നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം സ്വദേശിനി ലക്ഷ്മി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ലക്ഷ്മി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധു ഹരിപ്രസാദ് പറഞ്ഞു. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയെന്നും ഹരിപ്രസാദ് പറഞ്ഞു. മരിക്കുന്നതിന് തലേദിവസം വരെ വീട്ടിലേക്ക് വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ലക്ഷ്മി ഒടുവിൽ കോട്ടയത്തെ വീട്ടിലെത്തിയത്. പിന്നീട് കോളേജ് ഹോസ്റ്റലിലെത്തിയ ലക്ഷ്മി സഹപാഠികളോട് തനിക്ക് അസുഖമാണെന്നും ലീവ് എടുക്കുകയാണെന്നും അറിയിച്ചിരുന്നു. 11 മണിയോടെ മുറി വൃത്തിയാക്കാൻ ആൾ വന്നപ്പോഴാണ് വാതിൽ തുറക്കാതെയായത്. തുടർന്ന് വാതിൽ തകർത്ത് മുറിയിൽ പ്രവേശിച്ചപ്പോഴാണ് ഫാനിൽ ഷാൾ കെട്ടി തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഈ ശനിയാഴ്ച വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ലക്ഷ്മി അറിയിച്ചിരുന്നതായും പറയുന്നുണ്ട്. ഇതിനിടയിൽ ലക്ഷ്മി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം വ്യക്തമല്ല. എന്നാൽ മൃതദേഹത്തിന് സമീപം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. തന്റെ മരണത്തിൽ ആരും ഉത്തരവാദികളല്ലെന്ന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതായാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറിയിച്ചത്. വ്യക്തിപരമായ കാരണങ്ങളാകാം ജീവനെടുക്കാൻ കാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ ലക്ഷ്മിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി പരിശോധിക്കുകയാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം നഴ്സിംഗ് കോളേജിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരുന്നു. തുടർന്ന് ലക്ഷ്മിയുടെ കോട്ടയത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പിൻവശത്തുള്ള KM കൃഷ്ണൻകുട്ടി റോഡിലെ ബക്കർ വില്ല എന്ന ഹോസ്റ്റലിലാണ് ലക്ഷ്മി രാധാകൃഷ്ണൻ താമസിച്ചിരുന്നത്. ലക്ഷ്മിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധു ഹരിപ്രസാദ് ആവശ്യപ്പെടുകയായിരുന്നു. ലക്ഷ്മി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല. ഞായറാഴ്ചയാണ് നാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് മടങ്ങിയെന്നും ഹരിപ്രസാദ് പറഞ്ഞു. ലക്ഷ്മിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മീഷണർക്ക് പരാതി നൽകുമെന്നും ബന്ധു പറഞ്ഞു. കോട്ടയം കിടങ്ങൂർ സ്വദേശിയായ ലക്ഷ്മി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രക്ഷിതാക്കളിൽ നിന്നും ലക്ഷ്മിക്കൊപ്പം ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും പോലീസ് ഉടൻ മൊഴിയെടുക്കും. അതിനിടെ മറ്റൊരു സംഭവത്തിൽ മുംബൈ ബോട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന മലയാളിയായ 6 വയസ്സുകാരന്റെ മാതാപിതാക്കളെ കണ്ടെത്തി. തന്റെ മാതാപിതാക്കളെ കാണാനില്ലെന്ന് അറിയിച്ചതോടെയാണ് മലയാളി കുടുംബവും അപകടത്തിൽപ്പെട്ടുവെന്ന സംശയം ബലപ്പെട്ടത്. യാത്രയിൽ മാതാപിതാക്കൾ ഒപ്പമുണ്ടായിരുന്നെന്ന് കുട്ടി പോലീസിനോട് പറയുകയായിരുന്നു. കുടുംബം സുരക്ഷിതരാണെന്നും കുട്ടി മാതാപിതാക്കളെ കണ്ടുവെന്നുമാണ് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. ഉറാനിലെ JNPD ആശുപത്രിയിലാണ് നിലവിൽ കുട്ടി ചികിത്സയിലുള്ളത്. മുംബൈ ബോട്ട് അപകടത്തിൽ ഇതുവരെ 13 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാണാതായവർക്ക് തിരച്ചിൽ തുടരുകയാണ്. ചികിത്സയിലുള്ള 4 പേരുടെ നില ഗുരുതരം. നാവികസേനയുടെ സ്പീഡ് ബോട്ട് യാത്രാ ബോട്ടിലിടിച്ചാണ് ദാരുണമായ അപകടമുണ്ടായത്. മരിച്ചവരിൽ 3 നാവികസേന ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. 101 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും കാണാതായവരുണ്ടെന്ന സംശയം ബലപ്പെടുന്ന വിവരങ്ങളാണ് ചികിത്സയിൽ കഴിയുന്നവരിൽ നിന്നും ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.